ഹലോ, ഇന്ന് ചേട്ടൻ ഇച്ചിരി നേരത്തെ വന്നേ. ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ നല്ല ക്യൂട്ട് കപ്പിൾസായിട്ടാണ് കേട്ടോ പോകുന്നത് ഒരുപോലെ. അതിനുശേഷം ദേണ്ടെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ അച്ഛൻ്റെയൊക്കെ കൂടെ പുറത്ത് പോകുമ്പോൾ അച്ഛനിങ്ങനെ ഫ്രണ്ടിൽ പോകും, ഞാനിങ്ങനെ അമ്മയുടെ കൈ പിടിച്ച് പുറകെ പോകും. ആ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൈ പിടിക്കാൻ ആരും ഇല്ലെന്നേ ഉള്ളൂ. അതിനുശേഷം നേരെ കടയിലെത്തി ഈ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ കളർ എനിക്ക് ഒത്തിരി ഉള്ളതുകൊണ്ട് എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. അതിനുശേഷം കുറേ നെയിൽ പോളിഷസ് കണ്ടു കേട്ടോ. അതിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കളറുകളെല്ലാം. കാരണം ഞാൻ ഇത്രയും വെറൈറ്റി കളർ ഈ അടുത്തൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കി. പക്ഷേ ഇത് പെയിൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനത് തിരിച്ചവിടെ റീപ്ലേസ് ചെയ്തു. കാരണം എടുത്തിട്ട് കാര്യമില്ല. അതിനുശേഷം ഈ പാവകളുടെ അടുക്കേ വന്നു കേട്ടോ. ഇത് കീ ചെയിൻസ് ആണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ വിലയും. പിന്നെ അതെല്ലാം കണ്ടിട്ട് അവിടെ തന്നെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം നടന്നത് ഈ ബാഗിൻ്റെ അങ്ങോട്ട് വന്നു. എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഒരെണ്ണം താഴേന്ന് എടുത്ത് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിച്ചാണ് എടുത്ത് പിടിച്ചത്. പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് സനു പറഞ്ഞത് രണ്ട് ഒരു കളർ ആടിയെന്ന്. പിന്നെ ഞാനത് തിരിച്ചവിടെ തന്നെ വെച്ച്, നമുക്ക് എടുക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല. അതിനുശേഷം വേണ്ട കുറേ ഡയപ്പർ സെക്ഷനിൽ പോയിട്ട് ഡയപ്പറെല്ലാം നോക്കി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ചുമ്മാ റേഞ്ചൊക്കെ നോക്കിയതാണ് കേട്ടോ. വിലയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ സാരമില്ല, നമുക്ക് മേടിക്കേണ്ട വന്നാൽ മേടിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം ഈ വാവേനെ കണ്ടോ, അതിനെ ഒന്ന് നോക്കി. അതിനെ നോക്കിയിട്ട് ഈ കീ ചെയിൻസിന് അങ്ങോട്ട് വന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കീ ചെയിൻസാണ്. എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ വില സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സാധനമുണ്ട് കേട്ടോ, ഈ ഒരു പടക്കുതിര, ഇതൊരു അടിപൊളിയാണ് കേട്ടോ. ഇതിനെ കാണാനും നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് ടൈം എങ്ങാനും എടുക്കണം. അതിനുശേഷം നമ്മുടെ വലിയവരുടെ ബാഗ്സാണ്. ഈ ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം. കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഇതേപോലെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വട്ടം പോകുമ്പോഴും അതുപോലെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ നമ്മുടെ ചാക്കിൻ്റെ പോലത്തെയൊക്കെ ബാഗാണ്. അതൊക്കെ അവിടെ തന്നെ വെച്ചില്ലെങ്കിലും ഞാൻ നോക്കാറേ ഉള്ളൂ, എടുക്കാറില്ല. അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഒരു കോഫി കുടിക്കാനായിട്ട് കയറി. കോഫി കുടിച്ച് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഫുഡ് വന്നിട്ടില്ല, ലേറ്റാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞത് ഇടിയപ്പം, പിന്നെന്താ ഒരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി എന്തോ ഒരു ചില്ലി അങ്ങനെ എന്തോ ഒരു പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഞങ്ങളിവിടെ വന്നാൽ പൊറോട്ടയും ചിക്കൻ കറിയും, അപ്പോൾ എപ്പോഴും അങ്ങനെ ആകുമ്പോഴും നമുക്ക് മടുപ്പല്ലേ. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പർച്ചേസിങ്ങിൻ്റെ ബില്ല് കണ്ട് കേട്ടോ. ആ ബില്ല് കണ്ട് ഞെട്ടിയതാണ്. അതിനകത്ത് ഏറ്റവും വിലയായത് മറ്റേ നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ വീഡിയോയിൽ ഒരു പൂച്ചേനെ കാണിച്ചിട്ടില്ലേ, ആ പൂച്ചയ്ക്കാണ് കേട്ടോ. ഭയങ്കര വിലയായിരുന്നു, 3 KD അടുത്തുണ്ടായിരുന്നേ. ആ പൂച്ചേനെയൊക്കെ കണ്ടിട്ട് അതിനെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറയണു ഭയങ്കര ചിലവാണെന്നേ. അതെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.